ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും NGK MEDIA പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ എങ്ങനെ സ്റ്റിക്കറായി ഉൾപ്പെടുത്താം എന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുക എന്നതാണ്. ഇതിനുവേണ്ടി നമുക്ക് ഏത് എഡിറ്റിംഗ് ആപ്പ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ആപ്പിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഇതിനെപ്പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു, എങ്കിലും അത് വളരെ ചുരുക്കി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിനുവേണ്ടി നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി അവിടെ നമുക്ക് റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ remove.bg എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ താഴെ ഒരു പച്ച ബാറിലായി സെലക്ട് ഫോട്ടോ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലത്തെ കുറച്ച് ഫോട്ടോസ് നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് മറ്റുള്ള നമ്മുടെ ഗാലറി പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗാലറി എന്ന ഓപ്ഷൻ വരും. താഴെ ആ ഗാലറി നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ തൽക്കാലം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് താഴെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ടാക്കിയിട്ടുള്ള ഒരു ഫോട്ടോ കാണാം. അതിന് താഴെയുള്ള ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള നീല ബട്ടൺ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് അത് സേവ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് വേറൊരു ട്രിക്കും കൂടിയുണ്ട്. അതിൻ്റെ മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. പിന്നെ വീണ്ടും ഗൂഗിൾ ക്രോമിൽ കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഇതിനെ അടിയിൽ നിന്ന് നമുക്ക് പേര് വേണമെങ്കിൽ ചേഞ്ച് ആക്കാം. അവിടെ ആഡ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ മറ്റൊരു ആപ്ലിക്കേഷനെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ്. അത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഇനി നമുക്ക് വാട്സപ്പിലേക്ക് എങ്ങനെ സ്റ്റിക്കർ ആഡ് ചെയ്യാം എന്നതിനെപ്പറ്റി നോക്കാം. അതിനുവേണ്ടി നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അവിടെ നമുക്ക് പേഴ്സണൽ സ്റ്റിക്കർ ഓഫ് വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. അപ്പോൾ ഓപ്ഷൻസ് വരുന്നത് ഈ രണ്ടാമത് കാണുന്ന ആ ഓപ്ഷൻസ് തന്നെ എടുക്കണം. ആ ഓപ്ഷൻ തന്നെ നമുക്ക് 1.9 MB മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 4.2 ആണ് അതിൻ്റെ റേറ്റിംഗ്. നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ 50 മില്യൺ ആൾക്കാർ ഇതിനോടകം തന്നെ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. വെറും 1.9 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ആകുന്നതുവരെ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള പെർമിഷനുകൾ അനുവദിച്ചു നൽകുക. വെറും സ്റ്റോറേജ് പെർമിഷൻ മാത്രമേ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അത് അലോ ചെയ്തതിനു ശേഷം ഇതേപോലെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ എത്തിപ്പെടുക. ഇവിടെ നിന്ന് നമ്മുടെ ഫോണിലെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് അവിടെ നിന്ന് ഡയറക്റ്റ് ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ആക്കാം. അല്ല, സിംഗിളായി നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിലുള്ള പ്ലസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിത് മുന്നേ ഡൗൺലോഡ് ആക്കി വെച്ച കുറച്ച് ഫോട്ടോസാണ്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസ്, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ ഇത് ഒരു 3 ഫോട്ടോസെങ്കിലും മിനിമം നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം ആഡ് ആക്കാൻ വേണ്ടി. 30 ഫോട്ടോസ് വരെ മാക്സിമം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള ഞാനൊരു 5 ഫോട്ടോ തൽക്കാലം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം മുകളിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പേര് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ലവ് എന്ന് ഞാനിവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ഓപ്ഷൻ കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡിങ് ടു വാട്സപ്പ് എന്ന് കാണാം. അതിനുശേഷം ആഡ് എന്ന ആ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ടാകും. ഇനി അത് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തു. അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്മൈലി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വലതുവശത്തായിട്ടുള്ള സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, ഇവിടെ അത് വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ആഡ് ആക്കിയ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇതേപോലെ നമുക്ക് ജസ്റ്റ് ആയി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻഡ് ആവുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ, താങ്ക് യു.